കാളിദാസും ചക്കിയും രണ്ട് മനോഹരമായ കുട്ടികളെ കൂടി കണ്ടുപിടിച്ചതിന് ശേഷം സ്വസ്ഥമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയറാമും പാർവതിയും. ഇപ്പോഴിതാ ഇരുവരും മക്കളുടെ സന്തോഷത്തിനും മക്കളുടെ ആരോഗ്യത്തിനും സന്തോഷ വാർത്തകൾക്കും വേണ്ടിയായി അമ്പലങ്ങൾ ദർശിക്കുകയാണ്. അമ്പലത്തിലെത്തുമ്പോൾ ചക്കിക്കും താരുണിക്കും അതുപോലെ നവനീതിനും കാളിദാസിനും ഒരുപോലെ അർച്ചനകൾ കഴിപ്പിക്കാനും പൂജകൾ ചെയ്യാനും നേർച്ചകൾ ചെയ്യാനും അവർ മറക്കാറില്ല. അത്രയേറെ സ്നേഹത്തോടെയാണ് മക്കളെയും അവർ കാണുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ടെങ്കിലും അച്ഛനും അമ്മയും ഇപ്പോൾ പ്രത്യേകമായി തന്നെയാണ് നിൽക്കുന്നത്. ഇരുവരും വളരെയധികം സ്നേഹത്തോടെയാണ് മക്കളെയും കാണുന്നതെന്ന് വീഡിയോകളിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയാണ്. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ മറുപടി നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം മനസ്സിലാവുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നതും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നതും ഈ താരങ്ങളോടുള്ള പ്രീതി കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. അശ്വതി ജയറാം എന്ന ജയറാമിൻ്റെ പ്രിയപ്പെട്ട പാർവതിയുടെ അക്കൗണ്ടിലൂടെയാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് ജ്വാലാമുഖിയിലാണ്. ജ്വാലാമുഖിയിലെത്തി നേർച്ചകൾ ചെയ്ത് പൂജയും വഴിപാടുമെല്ലാം കഴിപ്പിച്ചു നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ അനുഗ്രഹം വാങ്ങിക്കാൻ ജ്വാലാമുഖിയിലാണ് എത്തിയിരിക്കുന്നതെന്ന് പാർവതി തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുകയും ചെയ്യുന്നു. അതുകണ്ട് പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരായി തന്നെയാണ് നിൽക്കുന്നത്. ഓരോ തവണയും ജ്വാലാമുഖിയിൽ എത്തുമ്പോഴേക്കും വളരെയധികം സ്നേഹത്തോടെയാണ് പ്രേക്ഷകർക്ക് അത് തോന്നുന്നതെന്ന് പറയാം. ഹിമാചൽ പ്രദേശിലെ കങ്കര ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ക്ഷേത്രമാണ് ജ്വാലാമുഖി ടെമ്പിൾ. ജ്വാലാദേവിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ജ്വാലാമുഖി ഇന്ത്യൻ സംസ്ഥാന ഹിമാചൽ പ്രദേശിലെ കങ്കര ജില്ലയിലുള്ള ഒരു പട്ടണമാണ് എന്നാണ് പറയുന്നത്. ഇന്ന് അവിടെ ഒരു ചെറിയ മഴക്കോൾ ഉണ്ടെങ്കിലും ദൈവത്തിനെ ദർശിക്കാൻ വേഗം സാധിച്ചു. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ജ്വാലാമുഖി ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തീജ്വാലകൾ ഉണ്ടാകുന്നത് വിശ്വസിക്കപ്പെടുന്ന കാര്യമാണ്. ഭൂമിയുടെ പുറംതോടിൽ നിന്നുള്ള പ്രകൃതിവാതക ഉത്പന്നത്തെ ഫലത്വമാണ് ജ്വാലാമുഖി ക്ഷേത്രത്തിൽ തുടർച്ചയായി കത്തുന്ന തീജ്വാലകൾ ഉണ്ടാകുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പ്രദേശം ഹൈഡ്രോ കാർബൺ നിക്ഷേപങ്ങൾ മുകളിലാണെന്നും ഒരുപക്ഷെ മീഥേൻ ആയിരിക്കാമെന്നും ഭൂമിശാസ്ത്രജ്ഞർ സിദ്ധാന്തിക്കുന്നുണ്ട്. ഈ നിക്ഷേപങ്ങൾ പാറയിലൂടെ വിള്ളലുകളിലൂടെ ഒലിച്ചിറങ്ങി ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ജ്വലിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇതാണ് ഇതിലൂടെ അറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ വളരെയധികം സ്നേഹം ലഭിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അശ്വതിയുടെയും ജയറാമിൻ്റെയും ഈ ഒരു വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.